ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് സർവൈവൽ സ്റ്റോറി. ഞങ്ങളിപ്പോൾ വീഡിയോ കുറേ നാളെ എടുത്തിട്ട് അപ്പം വണ്ടിയിലാണ്. ഹലോ, ഹായ്. ഞങ്ങളൊരു യാത്ര പോവുക കേട്ടോ. പല്ലിൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കാണാം. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിലാണ്. ട്രാവലർ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പോവാറ്. അതായത് വീൽ ചെയർ സെൻട്രലിൽ നിൽക്കും. ട്രാവലറിൻ്റെ ഇപ്പം നടുക്കലത്തെ സീറ്റൊക്കെ എല്ലാം മാറിയിട്ട് അപ്പുറം ഇപ്പുറം രണ്ട് ലെഫ്റ്റും റൈറ്റിലും 2 സീറ്റാണ് ഉള്ളത്. ആ സീറ്റിൻ്റെ സെൻട്രലിൽ ഞങ്ങൾ ഇരിക്കുന്നത്. വീൽ ചെയറിൽ ഇരിക്കുന്നവർ സെൻട്രലായിരിക്കാറ്. പിന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടവരുണ്ട് കേട്ടോ. സീറ്റിലോട്ട് ഇരുന്നിട്ട് വീൽ ചെയർ മടക്കി വെക്കും. അങ്ങനെയൊക്കെ പോകാറ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറിയായിരുന്നു. ചേച്ചിനെ അമ്മയെ കണ്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയിട്ട് ഇപ്പോൾ ഞങ്ങൾ കയറുന്ന, അതായത് ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കണ്ട ലിഫ്റ്റ് ഇങ്ങനെയാണ് പോകുന്നത്. കണ്ട ഞങ്ങൾ ഇങ്ങനെ വണ്ടിയുടെ അകത്തുനിന്നുള്ളത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ കയറുന്നത് കേട്ടോ വണ്ടിയിൽ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയത്തായിരുന്നു ഞങ്ങൾ പോക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താണോന്ന് അറിയില്ലായിരുന്നു. വണ്ടിയിൽ ടെൻഷനായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങാൻ പറ്റുമോ, മഴയത്ത് നമ്മൾ പെട്ടുപോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ മഴയൊക്കെ കണ്ട് നല്ല അടിപൊളി വൈബൊക്കെ ആയിട്ട് പോകുന്നതാണ് വണ്ടിയിൽ. ഗായ്സ്, അപ്പം ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്ന സ്ഥലം. അങ്ങനെ അവിടെ എത്തി ഗായ്സ്. ഞങ്ങൾ കണ്ടോ ബോർഡ് സുസ്മിതം. അപ്പം ഇവിടെയാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ സ്റ്റാഫിനോട് സംസാരിച്ചാണ് ചേച്ചി. ഞങ്ങൾ പല്ല് കാണിക്കാൻ വേണ്ടി പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേസ്. അപ്പോൾ ഇത് കാക്കനാടുള്ള സുസ്മിതം എന്ന് പറഞ്ഞ ഡെൻ്റൽ ക്ലിനിക്കാണ്. ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. റാമ്പ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നല്ല സർവീസാണ്. ഇവിടെ നമ്മുടെ ഡോക്ടർ. ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. കാരണം വെച്ചാൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ട് എവിടെയും ഇല്ല. ഞാൻ ഡോക്ടറെ അടുത്ത് വന്നിരുന്നു. ഞാൻ പറഞ്ഞില്ല, കുറേ സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഒറ്റ സ്റ്റെപ്പാണ്. ഇപ്പോഴിപ്പോൾ മാറ്റിയിട്ടുണ്ടോന്ന് അറിയില്ല. ഗ്രൗണ്ട് ഫ്ലോറില് ഡെന്റൽ ക്ലിനിക്സ് കാണുന്ന അപൂർവമാണ്. പിന്നെ എനിക്കെന്താന്ന് വെച്ചാല് എന്റെ സ്പെഷ്യാലിറ്റി വെച്ച് നോക്കുമ്പോ പ്രായമായിട്ടുള്ള ഒരുപാട് പേഷ്യൻസിനെ ഞാൻ ഡീൽ ചെയ്യാറുണ്ട്. പല്ല് റീപ്ലേസ് ചെയ്യുന്നതാണല്ലോ പ്രധാനമായിട്ടുള്ള പ്രോസസ് കാര്യങ്ങൾ. അപ്പൊ എന്താന്ന് വെച്ചാല് ഒരു ജീറിയാട്രിക് പേഷ്യൻസ്, പ്രായമുള്ള പേഷ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പൊ അതിൽ പലപ്പോഴും അതാണ് ഞാനിപ്പോ ഈ റിസപ്ഷനിലേക്കുള്ള എൻട്രിയിലും റാമ്പ് വെച്ചു ഡെന്റൽ ചെയറിൽ കയറി അവിടുന്ന് പുറത്തോട്ട്. അപ്പൊ അവർക്ക് ഇത്രയും ദൂരം നടക്കണ്ട. അപ്പൊ ഒരു വീൽ ചെയറും പണ്ട് ഒരിക്കൽ ആക്ച്വലി ഒരു 5 വർഷം മുമ്പ് ഒരു പേഷ്യന്റ് വന്നിട്ട് പ്രായമായിട്ടുള്ള ഒരു ലേഡി, ഒരു 19 വയസ്സ് കൂടുതലാണ്. അന്ന് അപ്പുറത്തായിരുന്നല്ലോ റിസപ്ഷൻ. അവിടെ ഒരു വീണു. നമ്മള് കുഴപ്പമൊന്നുമല്ല, അത് ശാരീരിക ചവിട്ടിയാണ് വീഴുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നെങ്കിൽ ചെയറിന്റെ അടുത്ത് വരെ വീൽ ചെയർ വരുമെങ്കിൽ അത്ര ഗുണം ചെയ്തു. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തില്ല. ഇവിടെ ഒരു റാമ്പുണ്ട്.
എല്ലായിടത്തും റാമ്പാ, ചെറിയ ഇത് വരുന്ന സ്റ്റെപ്സ് ഇല്ല, എല്ലാം റാമ്പാണ്. തള്ളിക്കൊണ്ട് ഉള്ളോട്ട് പോയി ചെയറിന്റെ തൊട്ടടുത്ത് ഇരിക്കാം. അപ്പൊ ഇനി വീൽ ചെയറിൽ നിന്ന് ചെയറിലേക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ വീൽ ചെയറിൽ തന്നെ ഇരുത്തിക്കൊണ്ട് ട്രീറ്റ് ചെയ്യും. അതെനിക്കറിയാം തന്നെ. എനിക്ക് ശരിക്കും അന്ന് ഞാൻ ശരിക്കും ഭയങ്കര അതിശയിച്ചു പോയി. കാരണം വീൽ ചെയറിൽ ഇരുന്ന് എങ്ങനെ എടുക്കും എന്നുള്ള നല്ല സ്മൂത്തായിട്ട് കാര്യം നടന്നു. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ സാധാ സർവീസ് അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നെയും ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ലിജിനോട് ചോദാനിഗ്രഹം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, നമുക്ക് അത്ര ഉണ്ട് ഇവിടെ ആകുമ്പോ നമുക്ക് കുറച്ച് ദൂരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നല്ല ദൂരമുണ്ടല്ലോ. അപ്പൊ പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ നമുക്ക് ഇവിടത്തെ സർവീസ് തന്നെ വേണം എന്നുള്ളൊരാഗ്രഹത്തോടുകൂടി തന്നെ ഇവിടെ വന്നത്. അതെ, അവിടുന്ന് തന്നെ ഇങ്ങോട്ടാണെങ്കിലും എൻട്രി. അല്ല, ഇത് ക്ലോസ് ചെയ്യണമെന്ന് വെച്ചതാ. കാരണം ഇവിടെ ചേർന്നുള്ളപ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങി പോവാൻ സൗകര്യമായിരിക്കും എന്നുള്ളൊരു മെയിനായിട്ട് പ്രായമായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം സ്പെഷ്യലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് വീൽ ചെയർ ഫ്രണ്ട്ലി. എവിടെ ചെന്നാലും ഞങ്ങൾ എവിടെ ചെന്നാൽ ഹോസ്പിറ്റലുകളല്ല, നമ്മൾ എവിടെ ചെന്നാലും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോകാം. ഈ 3 സ്റ്റെപ്പൊക്കെ പൊക്കി കയറ്റുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പോകാറില്ല സത്യം പറഞ്ഞു. ഗായ്സ്, അപ്പോൾ ഇതാണ് ക്ലിനിക്കിൻ്റെ ഉൾവശമാണിത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനങ്ങനെ പോയിട്ടില്ല. ഇപ്പോൾ ചേച്ചി പോയിട്ടുണ്ട് നേരത്തെ മുമ്പ്, പക്ഷെ ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ നല്ലൊരു പീസ്ഫുള്ളായിട്ട് നല്ല അടിപൊളിയായിരുന്നു. നല്ല ഒരു വൈബാണ്. അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ പല്ലിൻ്റെ ഇത് കാണിക്കാൻ പോയാന്ന് നമുക്ക് തോന്നില്ല. അത് വേറൊരു ഇതാണ്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ എനിക്ക്. ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. ചേച്ചിയും അന്ന് കുറേ നാൾക്ക് മുമ്പാണ് പോയത്. അപ്പം ഇതിങ്ങനെ ആക്കി പിന്നെ പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് നല്ലൊരു അടിപൊളിയാണ്. അപ്പോൾ ചേച്ചിയുടെ പല്ല് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ സീറ്റ് ഉണ്ട്. അപ്പോൾ സീറ്റിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയുള്ള വീൽ ചെയർ തന്നെ സാറ് പറഞ്ഞ എല്ലാം സെറ്റ് ചെയ്യാം. അവിടെ നേരത്തെ ഓൾറെഡി സാറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ കുറേ പാടുള്ളവരുണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ. അപ്പം അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടും മാറ്റാണ്ട് വീൽ ചെയറിൽ തന്നെ നമുക്കെല്ലാം ചെയ്ത് സാറ് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ പ്രത്യേകത. അതാണ് സാറ് നേരത്തെ പറഞ്ഞത്. ഞാൻ ഓൾറെഡി നേരത്തെ ഇതുപോലെ ഇങ്ങനെയുള്ള വഴിക്ക് വന്ന് ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടെ സാറെല്ലാം കറക്റ്റായിട്ട് എല്ലാം ചെയ്തു വെച്ചേക്കണം കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. പല്ലൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ അതിൻ്റെ ആ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. കണ്ട നിങ്ങളൊക്കെ കാണും. കണ്ട അത് ഡോക്ടറിനോട് ഭയങ്കര ഹാപ്പി ആയിരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ചിരിയിൽ തന്നെ അറിയാമല്ലോ. കണ്ട
ഗായ്സ് ചേച്ചിയുടെ പല്ല് എടുത്തിട്ടുണ്ട്. പല്ല് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് നിങ്ങൾ കാണുന്നത്. പല്ല് എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല, എല്ലാവർക്കും ചിലപ്പോൾ കാണുമ്പോൾ അതൊരു ഇതാവുമ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോ ആണ്. അടുത്തത് എൻ്റെയും കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ അടുത്തത് ഞാൻ കയറാൻ പോവാ. എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അമ്മയിരിപ്പുണ്ട്. എൻ്റെ അമ്മയോട് സോഫയിൽ ഇരിക്കുന്ന കേട്ടോ. അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, അമ്മയും കാണിച്ചായിരുന്നു പല്ല്. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ടൈമായി. ഇവിടുത്തെ പല്ലിൻ്റെ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് ഡോക്ടറിൻ്റെ വൈഫാണ് കേട്ടോ. ഡോക്ടറിൻ്റെ വൈഫും പിള്ളേരും അവരിവിടെ ഞങ്ങൾ സോസറയിൽ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളെ എല്ലാവരെയും കാണാൻ വേണ്ടി വിസിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്, അവിടുത്തെ സ്റ്റാഫുകളായാലും എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരുടെ സപ്പോർട്ട് ചെയ്ത രീതി എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാക്കനാട് ആ പരിസരത്ത് അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും എവിടെയല്ല കാക്കനാട് മാത്രമല്ല എവിടെയെങ്കിലും കാര്യങ്ങൾക്കും ഇതുപോലെ വീൽ ചെയറിൽ പോകാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല സപ്പോർട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെ കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശമൊക്കെ മനസ്സിലാവും. ആ ഡോക്ടർ സാറെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ആള് നല്ല സപ്പോർട്ടാണ്. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് സോസറയിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇതാണ് പേര് മറക്കണ്ട, സുസ്മിതം, അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും പോയിട്ട് ആരെങ്കിലും പല്ലിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല സപ്പോർട്ടാണ് ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോവാത്തവരുണ്ടെങ്കിൽ പോവാട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് ഞങ്ങൾ വിജയം. ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.